വരാമെന്ന് പറഞ്ഞ കാത്തിരിക്കും. അടുത്ത ആളെ കിട്ടി. ചിക്കൻ ഫ്രൈഡ് റൈസ് വെജ് ഇതൊക്കെ ഉള്ളതാട്ടോ. മിക്സഡ് ഫ്രൈഡ് റൈസ് വരാനുണ്ട്. ഈ പോസ്റ്റ് ഫോട്ടോ എടുപ്പിന്റെ ബഹളം. നമ്മൾ ബാർബിക്യൂ വന്നിട്ടുണ്ട്. 2, 3 സ്റ്റാർട്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് കൊല്ലം ബീച്ചിലാണ്. ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നത്. ഇവർ രണ്ടുപേരും പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുക. റമീസിലല്ല നമ്മൾ ഇവിടെ നിന്ന് റീലെടുക്കുക. ഇതാണ് ശ്രീലക്ഷ്മി, ജസ്ന, ഫിനി, മേരി, ജോസഫ്. പിന്നെ ഒരു 4 പേരുണ്ട് കേട്ടോ അവർക്ക്. നമ്മളെ ഗീതു, ഇവർ 3 പേരുമാണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ഇവരെ ഒന്ന് ഇതൊക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടി ഓക്കെ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി കാല് നനയ്ക്കുന്നതായിരിക്കും. കാല് നനയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഫുഡ് കഴിക്കാം. 2, 3 സ്റ്റാർട്ട്. കാല് നനയ്ക്കാൻ പോകും. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇവന് അത് വേണമെന്ന് പറയുന്നത് മേടിച്ചു പറഞ്ഞാൽ എന്തുവാണ് ഇവിടെ കണ്ട. ഇവിടെ നമ്മൾ ഉപ്പിലിട്ട അണ്ടിപ്പരിപ്പ് വരുന്നുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് വരുന്നത് കൂടെ ഓർത്തോണം. ഇവക്ക് ഓട്ട മത്സരം കളിക്കണം. ജസ്റ്റിനെ ഓടുന്നുണ്ടാവും. ഇവൻ്റെ ഒരു ഫോണൊന്നും കൊടുക്കലും കേട്ടോ. അവർക്ക് അറിയാം. ഉള്ളത് മതി പോലെ. കാശിക്ക് പോണ ഒരു കൊച്ചിനെ കിട്ടി കേട്ടോ. നിന്റെ കാശിക്ക് പോവുകയാണ്. അടിപൊളി സീനറി ആയിട്ടുണ്ട് കേട്ടോ. ഇവള് കടലമ്മ കള്ളിയിൽ നിന്ന് വെക്കുന്നു. കുറച്ച് പേര് അവിടെ നിൽക്കട്ടോ. ആരും വരുന്നില്ല ഇങ്ങോട്ട് കാലനക്കാൻ. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങാറായിട്ടുണ്ട്. ഇവിടെ ഏകദേശം 6 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. സൂര്യനെ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. അടിപൊളി രസമാണ് കേട്ടോ. നിങ്ങൾ പോവല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണ് HRM മുത്തായ ഗീതുവും ഫിനാൻസിന്റെ മുത്തായ അവിടെ ഒരൊറ്റ ഒരാളെ ഉള്ളൂ. 4 പേര് പഠിച്ചിറങ്ങിയ 1 മാസം എടുക്കും. പിന്നെ ഒരുത്തരുണ്ട് അനു. അവിടുന്ന് അവൻ ഏതാണ്ട് പെമ്പിള്ളേരെ കാണാൻ പോയിരിക്കുകയാണ്. അവന് വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ സംഭവം. വിശപ്പ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വിശപ്പിന്റെ ആശാനുമായിട്ട് വന്നപ്പോഴേ അവിടെ ഏതോ ഒരു പെമ്പിള്ളേരെ കണ്ട് ശ്രീരാജ് വിളിച്ചോട്ട് പോയി. ചെറുക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇമാര് വായി നോക്കിയിട്ട് വന്നു കേട്ടോ. എത്ര നേരം പോയിട്ട്. ഓടി ഗൈസ്. 5000 ഷൂ നോക്കി. ഇവിടെ എന്തോ എന്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന അറിയത്തില്ല. കടലിൽ വന്നിട്ട് സംസാരിക്കുന്നു. വേറെ എവിടെയും സ്ഥലമില്ല. അതമ്മ തന്നെ താമസിക്കുക പറഞ്ഞു. നമ്പനൊരുവൻ വന്ന പിറകു വിണ്ണை தொடலாம் உந்தன் சிறகு வானுக்கும் எல்லையுண்டு நட்புக்கில்லையே துன்பம் வரலாம் இன்பம் வரலாம் நண்பனொருவன் பங்கு பெறலாம் கல்லூரி நட்புக்கில்லை முற்றுப்புள்ளியே ശ്രീരാജിനെ കിട്ടിക്കാൻ ബുക്ക് ഉറപ്പാ. കിട്ടി കിട്ടി ബുക്ക് ശ്രീരാജ്. വരുന്നു ഇതിന് വരുന്നു. ശൂര്യട്ട് വരുമോ? ശൂരട്ടെ. ഊരാടാ വിഷമമുണ്ടാടാ നിനക്ക്? ഗൈസ് അടുത്ത ആളെ കിട്ടി. അടുത്ത ആളെടുത്ത് ഇവരെ ഒറ്റയ്ക്ക് പിടിക്കാനേ ഉള്ളു കേട്ടോ. തള്ളല്ലോ. ഇവരാണ് കേസ് ഉള്ളത്. ഇവര് നല്ല വെച്ചായി അടിപൊളി എക്സ്പ്ലോറിങ് ആയിരുന്നല്ലേ. എന്താണ് വീഡിയോ ഒക്കെ. പക്ഷെ ഒരു കാറ്റടിച്ച് ജാവലിൻ ത്രോ അല്ലേടാ. എവിടെ പോയത്?
താഴൊന്നില്ല, പോയി അത് ചന്ദ്രനി പോയി. നോട്ടേടാ കാണുന്നില്ല. അയ്യോ പട്ടി കൊണ്ടതിന്റെ ചാടയായിരിക്കും അല്ലേ? പട്ടി കൊണ്ടൊരു പൂച്ച ഉള്ളതിന്റെ ചാട. അത് മുതലേ വീഡിയോ മുതലൊക്കെ നമുക്കൊരു കുത്തി അത്ര ഭയങ്കര സങ്കടമായിട്ട് ഫോണും വിളിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഇവിടെ ആഘോഷിക്കുമ്പോൾ ലൈൻ പറഞ്ഞാന്ന് അതിന്റെ കൂടെ എന്നെ വിളിച്ചു നിന്നാ മതി. കഴിഞ്ഞ ദിവസം ഇന്നലെ സെറ്റ് ആയതുള്ള അധികം വരുന്നത് മൊത്തം ഇവരാ കഴിച്ചു കൊടുക്കുന്നത്. അവളുടെ ആരോ വരാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. വിഷം വിഷാദമായി കടലിനെ നോക്കി താഴെ ഞണ്ട് കടിക്കുമെന്ന് നോക്കി ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. കൂടെ നമ്മുടെ ചെരുപ്പ് ഇവിടെ ഇട്ടത് ഇവിടെ തന്നെ എല്ലാവരും ഇട്ടത് പൈസ. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പ് ഇനി നമ്മൾ നേരെ പോവാം. 6:30 ആയിട്ടുണ്ട്. എല്ലാവരും നനച്ചിട്ടുണ്ട്. നീ മാത്രമേ നനയ്ക്കാത്തല്ലേ? ഷൂ ഇട്ടോട്ടെ നനയ്ക്കാത്തത്. ഓക്കെ പിന്നെ ചെരുപ്പിട്ടിട്ട് പോയിട്ടൊന്ന് കഴിവിട്ട് വരാം. ഓക്കെ അപ്പോൾ എല്ലാവരും ചെരുപ്പിട്ടിട്ട് പൂച്ച അടിപ്പിക്കത്തില്ല ഇവിടെ. അമ്മേടുത്ത് പറഞ്ഞു കൊടുക്കും. ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇനി റമീസിൽ പോകാൻ വേണ്ടിയാണ് പോകണം കേട്ടോ. ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഇറക്കിയിട്ടല്ലേ. എല്ലാ വീഡിയോ ഉണ്ടായിട്ട് ഇവിടെ പറഞ്ഞുണ്ട് ഇവളുടെ പേഴ്സണലായിട്ട് എടുത്ത ഫോട്ടോ ഒന്നും ഗ്രൂപ്പ് വീഡിയോ ഇടല് ചെറുക്കം കാണുമെന്ന് കേട്ടോ. ചെറുക്കം ഞാൻ ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് 4 ലൈനാണ് ഇപ്പോൾ ടോട്ടലി ഉള്ളത്. 5ാമത്തെ ആളെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കാണുന്നില്ല. അവിടെ വരുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടിപ്പോയില്ലേ? ആകെ പട്ടിയായിട്ടും പൂച്ചയായിട്ട് ബന്ധമുള്ള ശ്രീലക്ഷ്മിയാണത്. ആരുമായിട്ട് പരിചയം പോലില്ല. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റമീസിലാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ ഫോണിലൊരു കണക്ടർ പിടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അപ്പം അടിപൊളി ആംബിയൻസ്. എന്തായാലും വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പറയാം. ഇപ്പോൾ വിശക്കുന്ന കേസ് നമുക്ക് അടിപൊളിയായിട്ട് അനുകരിച്ചിട്ടില്ല. ഓക്കെ കേസ്. അപ്പോൾ നമ്മളെന്തായാലും അകത്തോട്ട് കയറുകയാണ്. ഇവരെവിടെ പോയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇതിൻ്റെ മജ്ലിസ് സെറ്റ് ചെയ്തിട്ട് അവിടെ പോയിരിക്കാൻ വേണ്ടിയാണ് അവർ നോക്കിയത് കേട്ടോ. ഇവിടെ അല്ല കേട്ടോ മജ്ലിസ്, അപ്പുറത്തെ സൈഡിലായിരുന്നു മജ്ലിസ്. ഇപ്പം ക്ലോസ്ഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇരിക്കുന്ന കേട്ടോ. ഓ ഗൈസ് നമ്മൾ വാഷ്റൂമിലോട്ട് പോകാം കേട്ടോ. വാഷ്റൂം എവിടെയായിരുന്നു? ഇതാണ് വാഷ്റൂം. ഓ ഗൈസ് ഇതാണ് കേട്ടോ ഇതിൻ്റെ മജ്ലിസ് എന്ന് പറയുന്നത് കേട്ടോ. മജ്ലിസിൽ വന്ന് എല്ലാവരും ഇരിക്കുകയാണ്. സംഭവങ്ങൾ കുറേ ഓർഡർ ചെയ്ത് ഇനി വരുമ്പോൾ നമുക്ക് പറയാം. ഇതാണ് ഇതിൻ്റെ മെനു. ഓക്കെ ഗൈസ് നമുക്കിതാ പ്ലേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ചിരിക്കല്ലേ? ഇവിടെ കട്ട വെയിറ്റിങ്ങിനാണ് എല്ലാവരും കേട്ടോ. ഇവൻ ഉറങ്ങി വിചാരിച്ചും വിശന്നിരിക്കുകയാണ് കേട്ടോ. ഇവരാട് ഭയങ്കര വിശപ്പ്. ഇവൻ കഴിച്ചു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് എന്തുമാത്രം കഴിക്കുമില്ലത്. ഇവരും ഈ 3 പേരും നിങ്ങൾ നോട്ട് ചെയ്യാം. ഈ 3 അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആക്രമണം വരുന്നത്. നമ്മൾ ബാർബിക്ക് വന്നിട്ടുണ്ട്. ഇതുണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇത് വെജ്. ഇതല്ല വെജ് ഇതാ ഇവർക്ക് ഉള്ളതാട്ടോ. പിന്നെ ബാക്കി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. ഇനി കുറേ മിക്സഡ് ഫ്രൈഡ് റൈസ് വരാനുണ്ട് കേട്ടോ. ബീഫ് റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സാധനങ്ങൾ വരാനുണ്ട്. ഇവിടെ ബീഫ് കണ്ടോ ഫോട്ടോ എടുപ്പിൻ്റെ ബഹളമാണ് ഇവിടെ. ഇത് കഴിച്ച് ചേട്ടാ വൃത്തിയിട്ട എത്ര വേണമെങ്കിൽ കഴിച്ചാൽ അവന് വയറ് കയറായി കൈസ് നിനക്ക്. പക്ഷെ ഇവരങ്ങനെയല്ല കൈസ്. ലവനും അങ്ങനെയല്ല. അത് വീട് തോന്നി. ഞാനല്ലടാ ഇത് ഓർഡർ ചെയ്തത്. ഞാനാണെങ്കിൽ പെരി ഓർഡർ ചെയ്തത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടോ? ഇതാണ് പെരി ബേബി ബാർബിക്യൂ ആണ്. പക്ഷെ പെരി ബാർബിക്യൂ അൽഫാം പോലെ കുറച്ച് പൂസ് എടുക്കുക. ഇത് ഷവായി പോലെ കേൾക്കും. മിക്സഡ് ഫ്രൈഡ് റൈസ് ഉള്ളതില്ല. ബേബിക്ക് കുഴപ്പമില്ല. മിക്സർ ഉള്ളതില്ല. ഞാൻ മിക്സർ കഴിച്ചിട്ടില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്താൽ ബീഫ് റോസ്റ്റ് എടുക്കുക. വേറെ ഒരു ടേസ്റ്റ് പൊറോട്ട നമ്മൾ കഴിച്ചില്ല. പിന്നെ കുബൂസായിട്ട് കഴിച്ചാൽ ബീഫ് റോസ്റ്റായിട്ട് ഇത് അടിപൊളിയായിട്ട് ഫ്രൈഡ് റൈസ് ബീഫ് റോസ്റ്റ് ഫ്രൈഡ് റൈസും കൂടെ കഴിക്കുന്നത്. ബീഫ് റോസ്റ്റ് കൊള്ളാം. വേറെ ടേസ്റ്റ്. അടുത്ത് നമ്മൾ നൂഡിൽസ്. ഈ നൂഡിൽസ് ആണ് കഴിക്കുന്ന. നൂഡിൽസ് കഴിക്കുക. നൂഡിൽസ് ഒരു നോർമൽ ചെയ്തിട്ടുണ്ടോ?
അതിനെക്കാട്ടും നല്ല നമ്മുടെ ഫ്രൈഡ് റൈസ്, അതിനെക്കാട്ടുള്ള ഫ്രൈഡ് റൈസും ബീഫ് റോസ്റ്റും ഈ ഫ്രൈഡ് റൈസും അടിപൊളിയായിട്ടും. ഞാൻ എന്തായാലും വെളിയിൽ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയും. 3 ഫ്രൈഡ് റൈസ് കഴിച്ച് പിന്നെ ഒരു ബാർബിക്യൂം കഴിച്ചിട്ട് പിന്നെയും കഴിക്കുന്നുണ്ടോ അവൻ്റെ തീറ്റി ഗായ്സ്, ഒരു രക്ഷയില്ല. അതാ എന്ത് വേസ്റ്റ് വന്നാലും അവൻ തിന്നോളൂ ഗീസ്, അതുകൊണ്ട് അവനെ തളർത്തണ്ട. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവനായിരുന്നു ഭയങ്കര തീറ്റിയെന്ന്, പക്ഷേ ഇവനാണ് ഗീസ്. ഇങ്ങോട്ട് നോക്കടാ കള്ളം അതേടെ ഇറങ്ങി വാ ഇങ്ങോട്ട്. റെമീസ് അടയ്ക്കാറായി, വാ അടയ്ക്കണമെന്ന് മുതലാളി ഇപ്പൊ പറഞ്ഞോളൂ. വാ 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 നമുക്ക് കൂടി ഇവിടെ ബില്ല് ഗസ് ചെയ്യാം കേട്ടോ. ഇവൻ്റെ കയ്യിൽ ബില്ലുണ്ട്. ഇവിടെ കുളിപ്പിച്ചേട്ടാ ഇവൻ ബില്ല് വന്നിട്ടുണ്ട്. ബില്ല് എത്രയാണ് ഞാൻ കാണിച്ചു തരാം. ഉമ്മാര് ഗസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു 1600-800 ആ റേഞ്ച്. 800 ഓക്കെയാണ്. അപ്പോൾ കേസ് 1676 1676 ഈ ബില്ലയക്കുന്നത്. ഇവിടെ നമുക്ക് വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. കിച്ചൺ അതിൻ്റെ അകത്താണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യം ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ സമൂസ ഉണ്ട്. ഇവിടെ ചായ കുടിക്കാം. ഇവിടെ നിന്ന് ചായ കുടിക്കാം. ഇവിടെ നിന്ന് ചായ മേടിക്കുക, ഇവിടെ നിന്ന് കുടിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി കേട്ടോ. നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എന്തായാലും ഇരുട്ടായതുകൊണ്ട് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. ഫുഡിൻ്റെ ഒരു ബീഫ് റോസ്റ്റ് മാത്രമേ പിന്നെ ഇഷ്ടപ്പെട്ടുള്ളൂ. ഒരുപാട് കുമ്പൊന്നുമല്ല, കൊള്ളാമെന്ന് മാത്രം. പിന്നെ മറ്റേ അത് കൊള്ളായിരുന്നു. നമ്മളെ ബാർബിക്യൂ കൊള്ളായിരുന്നു. ഇത്ര ഉള്ളു. പക്ഷേ ബീഫ് റോസ്റ്റ് അടിപൊളിയാണ്. ബാർബിക്യൂ കൊള്ളായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ ഗ്രൂപ്പാണ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസും പിന്നെ ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റ് കേട്ടോ. ഫ്രൈഡ് റൈസ്, ബീഫ് റോസ്റ്റ്, പിന്നെ ബാർബിക്യൂ, ഇത് 3 ഇഷ്ടപ്പെട്ട അടിപൊളിയാട്ടോ. അപ്പം പിന്നെ വേറൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. പിന്നെ വന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്ര വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ ബൈ. ഷാർജ കുടിക്കാൻ വേണ്ടി വന്നത്. ഷാർജയും പിന്നെ നാരങ്ങളിലൊക്കെ പോയത്. ഇത് കാമ്പിളി കടയിലാണ് നമ്മൾ ഷാർജ കുടിക്കാൻ വന്നിരുന്നത് കേട്ടോ. ഇത് വർഷങ്ങളായിട്ടുള്ള കടയാണ്. അടിപൊളി ഷാർജ കേട്ടോ ഇവിടുത്തെ ഷാർജ.